25, 26 വയസ്സുള്ള പെൺമക്കൾക്ക് കല്യാണം വേണ്ട. ഏതോ കുപ്രസിദ്ധരും സുപ്രസിദ്ധരുമായ ഡൈവോഴ്സ് നടത്തിയ ഏതൊക്കെയോ സിനിമാ നടന്മാരുടെ ജീവിതം കാണിച്ചിട്ട് പറഞ്ഞു കല്യാണം കഴിക്കരുത്, അത് ബന്ധനമാ. പർദ്ദ ധരിച്ചോളോട് പറഞ്ഞു ചാക്ക് പൊതിഞ്ഞടക്കാൻ ആരാ പറഞ്ഞേ? ഊരിക്കോ. മദ്രസാപ്പട്ടന്മാര് പറയുന്നൊന്നും കേൾക്കണ്ട. അതിന്റെ പരിണിത ഫലം ഇന്ന് സമൂഹം അനുഭവിക്കാനും തുടങ്ങി. എത്ര ആൺകുട്ടിക്ക് പെണ്ണിട്ടുന്നില്ല. മാരെല്ലാം എങ്ങനെയൊക്കെയോ കൊണ്ടുവരും. പെൺകുട്ടി ആദ്യം ഒരു നിബന്ധന വെക്കും, ഞാൻ പഠിപ്പിക്കണ്ടെന്നോ ജോലി വാങ്ങണ്ടെന്നൊന്നും എന്റെ വാക്കിനെ ദുർവ്യാഖ്യാനിക്കരുത് കേട്ടോ. പക്ഷേ അപകടകരമായ ഒരു ചിന്തയിലേക്ക് പെൺമക്കൾ പോയിട്ടുണ്ട്. കാരണം ആൺമക്കളെക്കാൾ ഏറെ റോട്ടിന്റെ സൈഡിൽ പെൺമക്കളാവാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനേക്കാൾ ഏറെ ആർത്തുല്ലസിച്ച് ജീവിക്കുന്ന ഒരു മായാ ലോകത്തേക്ക് അവർ എത്തിപ്പെടുന്നുണ്ട്. ഞാനതൊക്കെ പിന്നീട് നിങ്ങൾക്ക് വിശദീകരിച്ചരാം. അങ്ങനെ അമ്മാന്റെ നിർബന്ധത്തിന് ആരെങ്കിലും കാണാൻ വന്ന ചില പെൺകുട്ടികൾ നിബന്ധന വെക്കും, എനിക്ക് കുറച്ച് അഭിപ്രായം ഉണ്ട്. എന്തേ? എനിക്കിങ്ങനെ പഠിച്ചണം, പഠിച്ച് ചിലപ്പോൾ യൂറോപ്പ് പോകേണ്ടി വരും, ബാംഗ്ലൂരിൽ പോകേണ്ടി വരും. ഞാൻ ജോലി വാങ്ങും, ഞാൻ ഓനെ നോക്കും. എന്റെ ഇഷ്ടത്തിന് നിൽക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ കല്യാണം കഴിക്കും, അല്ല എനിക്ക് താല്പര്യമല്ല. എന്താ എന്റെ ഇഷ്ടം? എനിക്ക് കുറെ ആൺ ഫ്രണ്ട്സുകൾ ഉണ്ടാകും. രാത്രി ചിലപ്പോൾ എനിക്ക് പുറത്തു പോകണം, സൺസെറ്റ് കാണണം, സൺഷൈൻ കാണണം, ഹാപ്പി ന്യൂ ഇയർ ആഘോഷിക്കണം, ബർത്ത്ഡേ പോകണം, വെറൈറ്റികളായ ഫുഡുകൾ തേടി രാവ് പകലാക്കി നടക്കണം. അതിനൊക്കെ പറ്റെങ്കിൽ കല്യാണം കഴിക്കാൻ റെഡി. പെട്ടെന്ന് പ്രസവിക്കാൻ പറയരുത്, മക്കളോക്കാൻ പറയരുത്. ഇതൊക്കെ ഈക്വൽ മനോഭാവത്തിൽ പോവുകയാണെങ്കിൽ ഓക്കെ. ഇന്ന് പറയപ്പെടുന്ന പെൺമക്കൾ പാശ്ചാത്യ ലോകത്തല്ല, കേരളത്തിലെ വാപ്പാന്റെ മക്കളെ കൂട്ടത്തില. അത്രയേറെ ലിബറൽ മനോഭാവം നമ്മളെ മക്കളെ കാർന്നു തിന്നാൻ തുടങ്ങി. അതിന്റെ പരിണിത ഫലമോ എത്രയോ കുടുംബങ്ങളിൽ ഇപ്പം വിവാഹം നടക്കുന്നില്ല. പോട്ടെ, ഇപ്പം വിവാഹത്തോടെ കിട്ടേണ്ടത് മുൻപ് കിട്ടുന്നുണ്ട് എന്നൊരു ധാരണയിലേക്ക് അവരെത്തി. അങ്ങനെ വന്നതാ ലിവിങ് ടുഗദറുകൾ, അങ്ങനെ വന്നതാ ഡേറ്റിങ്ങുകൾ, അങ്ങനെ വന്നതാ ഒരു കാലഘട്ടത്തിൽ അവിശുദ്ധമാക്കപ്പെട്ട ഒരു പെണ്ണിന്റെ കൂടെ ആണിനെ കണ്ടാലും ആണിന്റെ കൂടെ പെണ്ണിനെ കണ്ടാലും അവരൊരുമിച്ചൊരു ഇടപാടോടുകൂടി ഒരു വീട്ടിൽ താമസിച്ചാലും നമ്മൾ പറയും ജാരനാന്ന്. ഇന്നോ ഒന്ന് പരിഷ്കരിച്ചിട്ട് പറഞ്ഞു ബെസ്റ്റിയാണ്. മംഗലാപുരത്ത് പഠിക്കാൻ പോയ പെൺകുട്ടി കോഴിക്കോടുള്ള അമ്മാനോട് വിളിച്ചു പറഞ്ഞു, ഉമ്മ കത്തോളിക്കാരിയായ ഉമ്മാനെ വിളിച്ചു പറഞ്ഞു, എനിക്ക് ഒരാഴ്ച അവധിയുണ്ട്, ഞാൻ കമ്പയർ സ്റ്റഡിക്ക് ഇവിടെ നിൽക്കുക. അവസാനം 3-ാമത്തെ ദിവസം കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് ആൺ സുഹൃത്തിന്റെ വീട്ടിൽ ഫാനിൽ ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. വായിച്ചിട്ടുണ്ടല്ലോ. ആ വായനയുടെ അപ്പുറത്തേക്ക് പോലീസുകാരും ചുറ്റുഭാഗക്കാരോടും ബന്ധുക്കളോടും ചോദിച്ചു, ആരായിരുന്നു ആൺകുട്ടി? ഓളെ ബെസ്റ്റിയാന്ന് അവള് പറഞ്ഞത്. ആധുനികവൽക്കരണം, ലിബറലിസം എത്രത്തോളം നമ്മളെ മക്കളെ സ്വാധീനിച്ചു എന്നുള്ളതിന്റെ തെളിവാ. ഒരു ഭാഗത്ത് മാത്രമല്ലത്, കുടുംബങ്ങളെയും അത് സ്വാധീനിച്ചിട്ടുണ്ട്. ഇല്ല എന്ന് പറയാൻ പറ്റുമോ?